നമസ്കാരം. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വെച്ച് ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ ഈ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ പുനർനിർണയിക്കുന്നതിനെതിരെ വലിയ വാചാടോപങ്ങളും ആഹ്വാനങ്ങളും ആക്രോശങ്ങളും ഒക്കെ നടത്തുന്നത് കേൾക്കാനിടയായി. ആ കൂട്ടത്തിൽ അവർ പറഞ്ഞ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒന്നുപോലെ പറഞ്ഞ ഒരു നുണ 1976 കുടുംബാസൂത്രണം പ്രഖ്യാപിച്ച വേളയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളൊക്കെ പ്രബുദ്ധരായതുകൊണ്ട് അവർ കുടുംബാസൂത്രണത്തിന് വിധേയരാവുകയും വടക്കൻ ഭാരതത്തിലെ ആൾക്കാർ കൗബെൽറ്റാണല്ലോ, അവർക്ക് വലിയ വിവരമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് അവർ കുടുംബാസൂത്രണത്തിന് വിധേയരായില്ല. അങ്ങനെ അവരുടെ ജനസംഖ്യ വർദ്ധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പുനർനിർണയം നടത്തിയാൽ അവിടെ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ കൂടും, ദക്ഷിണേന്ത്യയിൽ കുറയും എന്നൊക്കെയുള്ള പച്ച നുണകൾ പറയാൻ ഒരു മടിയുമില്ലാത്ത പടുവിഡ്ഢികളായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിരുന്നു ആ പ്രഖ്യാപനങ്ങളും ആക്രോശങ്ങളും ഒക്കെ. 76 നടന്ന കുടുംബാസൂത്രണം എന്ന് പറയുന്നത് ഒരു പുരോഗമന പരിപാടിയൊന്നും ആയിരുന്നില്ല. അടിയന്തരാവസ്ഥയുടെ മറയിൽ പട്ടാള ഭരണത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി ബലം പ്രയോഗിച്ച് നടത്തിയ ഒരു കൂട്ടക്കുരുതിയായിരുന്നു ഈ പറയുന്ന കുടുംബാസൂത്രണ പദ്ധതിയും പരിപാടിയും എന്നുള്ളത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്ന് മാത്രമല്ല, അതിന് വിധേയരാക്കിയത് 99.9% ഹിന്ദുക്കളെ ആയിരുന്നു. അതിൽ തന്നെ ഹരിജനങ്ങളെന്ന് പണ്ട് പറഞ്ഞിരുന്ന പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയാണ് കൂട്ടമായി ബലമായി പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ആശുപത്രിയിലിട്ട് അവർക്ക് തോന്നുംപടി ഈ പറയുന്ന വന്ധ്യംകരണം നടത്തുന്ന ഒരു വലിയ സാഹസം തന്നെ നടത്തുകയുണ്ടായി. വന്ധ്യംകരണത്തിൻ്റെ ഒരു വലിയ പ്രചരണ പരിപാടി തന്നെ റേഡിയോയിലും പത്രങ്ങളിലൂടെയെല്ലാം പ്രചരണം നടത്തി, പ്രസംഗങ്ങളിലൂടെയൊക്കെ നടത്തുക, നാടകങ്ങളിലൂടെയും കഥാപ്രസംഗങ്ങളിലൂടെയും ഒക്കെ പ്രചരണം നടത്തി അതെന്തോ നല്ല കാര്യം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാരും വിശേഷിച്ചും ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് ഭരണത്തിലൊരു പങ്കുള്ള ആളല്ല, അങ്ങേരൊരു MP പോലും അല്ല, ഒരു മന്ത്രിയല്ല, ഒന്നിൻ്റെ നേതാവല്ലാതിരുന്നിട്ട് ഒരു ഗുണ്ടയെപ്പോലെ പാവപ്പെട്ട ഹിന്ദുക്കളെ വിശേഷിച്ചും ഹരിജനങ്ങളെ പിടിച്ചുകൊണ്ടുപോയി 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൂട്ടമായി വന്ധ്യംകരിച്ച ഏർപ്പാടിനെയാണോ നിങ്ങൾ പുരോഗമനപരമായ ഒരു ഏർപ്പാട് എന്ന് പറയുന്നത്? നാണമില്ലേ പറയാൻ? അടിയന്തരാവസ്ഥയുടെ മറയിലാണ് ചെയ്തത് എന്ന് ഓർക്കണം 76 എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഉള്ള നല്ല കാര്യം ചെയ്തതിൻ്റെ പേരിലൊന്നും ഇവിടെ പാർലമെൻറ്റ് മണ്ഡലത്തിന് പുനർനിർണയം നടക്കുമ്പോൾ ദക്ഷിണേന്ത്യയിൽ കുറയാൻ പോകുന്നൊന്നുമില്ല. അങ്ങനെ കുറയാനാണെങ്കിൽ കേരളത്തിലെ മാത്രം എടുത്താൽ മതിയല്ലോ. കേരളത്തിൽ ഇപ്പോൾ ഇവിടെ മലപ്പുറം ഭാഗത്ത് മണ്ഡലങ്ങൾ കൂടിയല്ലോ. അതെങ്ങനെ ആൾ കുറവായതുകൊണ്ടാണോ? അവിടെ നിയമസഭാ മണ്ഡലം കൂടി, പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ അവിടെ ജനസംഖ്യ കൂടി. നിയമസഭാ മണ്ഡലമാണല്ലോ ഇവിടെ കേരളത്തിലുള്ളവർ പുനർനിർണയിച്ചത്. അത് നിർണയിച്ചപ്പോൾ മലബാർ സൈഡിൽ ഉള്ള നിയമസഭാ മണ്ഡലങ്ങൾ കൂടിയത് കേരളത്തിൽ കൂടുന്നതാണല്ലോ, അത് കേരളത്തിലാണല്ലോ കൂടുന്നത്. അപ്പോൾ അതുകൊണ്ട് പാർലമെൻറ്റ് മണ്ഡലം പുനർനിർണയിച്ചാലും കേരളത്തിൽ കൂടും എന്നുറപ്പല്ലേ? കാരണം അതിനുള്ള ഏർപ്പാടുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടല്ലോ. എന്ത് പുരോഗമനം എന്നാണ് പറയുന്നത്? 4, 5, 8, 10 മക്കളുള്ള വീടുകൾ ഇപ്പോഴും കേരളത്തിൽ കേരളത്തിൽ 100% സാക്ഷരതയുണ്ടെന്ന് അവകാശപ്പെടുന്ന അഹങ്കരിക്കുന്ന കേരളത്തിൽ 8, 10 മക്കളുള്ള വീടുകൾ നിലനിൽക്കെ വന്ധ്യംകരണം നടത്തി ജനസംഖ്യ കുറഞ്ഞു എന്നൊക്കെ പറയാൻ നാണമില്ലേ? അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും മാറി മാറി പറയുന്ന ഈ നുണ കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരുടെ അട്ടിപ്പേർ അവകാശം ഏറ്റതുകൊണ്ടോ അവർക്ക് വിടുപണി ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം ഈ ക്രൂരത ചെയ്തത് കോൺഗ്രസ്സുകാരാണ്. അതിന് പിന്തുണ കൊടുക്കുവാൻ വേണ്ടി പിണറായി വിജയൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഈ നാണം കെട്ട വർത്തമാനം പറയാൻ പാടില്ലായിരുന്നു. ഏതായാലും ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കുക, 76 ആരംഭിച്ച വന്ധ്യംകരണം എന്ന ഏർപ്പാട് നിയമപരമായിരുന്നില്ല, ജനാധിപത്യപരമായിരുന്നില്ല, ഓരോ വ്യക്തിയുടെയും സമ്മതം വാങ്ങിക്കൊണ്ടായിരുന്നില്ല, കൂട്ടക്കുരുതിയായിരുന്നു നടത്തിയത്. അനേകം പേർ അതിൻ്റെ പേരിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊന്നും കണക്കെടുക്കാൻ പോലും അടിയന്തരാവസ്ഥ കാലത്ത് ആർക്കും താല്പര്യമുണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പുനർനിർണയം എന്ന പേരിൽ
ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാർ കൂടി എന്ന് പറഞ്ഞെന്നാൽ അവർ രാജ്യദ്രോഹ കാര്യങ്ങൾ ആലോചിക്കാൻ കൂടിയെന്ന് കണക്കാക്കിയാൽ മതി. വിഘടനവാദത്തിനുള്ള പുതിയ മാർഗം എന്താണെന്ന് ആലോചിക്കാൻ അവർ കൂടിയെന്ന് കണക്കാക്കിയാൽ മതി. അവർ നാടിനെ രക്ഷിക്കാനോ ജനങ്ങളെ സംരക്ഷിക്കാനോ ജനാധിപത്യത്തെ വീണ്ടെടുക്കാനോ ഒന്നുമല്ല. അവർ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തവരും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ്, വിശേഷിച്ചും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അതുകൊണ്ട് അവർ പറയുന്ന നുണ ജനങ്ങൾ വിശ്വസിക്കരുത്. കോൺഗ്രസിൻ്റെ ക്രൂരമായ ഭരണത്തിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഭാരതത്തിലും ദക്ഷിണ ഭാരതത്തിലും ഒക്കെയുണ്ട്. അതിനെ മറയ്ക്കാൻ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പുനർനിർണയം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഈ ആക്രോശങ്ങൾ വെറും തെരുവ് നായ്ക്കളുടെ ആക്രോശമായിട്ടല്ലേ കുരയായിട്ട് കണക്കാക്കിയാൽ മതി. അതിൽ ജനാധിപത്യമോ മര്യാദയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സതുദ്ദേശപരമായ ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കണം. നമസ്കാരം.